കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. അപ്പം നമുക്ക് ഇന്ന് ഷഷ്ടാധ്യായത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ. ഇപ്പോൾ നമ്മളെന്താണ് ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ ചണ്ടമുണ്ടന്മാർ വന്ന് പിന്നെ സുംഭനെ വിവരം ഇത്ര നല്ല അതിമനോഹരിയായിട്ടൊരു സ്ത്രീ ഇവിടെ പൊന്നൂഞ്ഞാൽ ആടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ ഐശ്വര്യമൊക്കെ വർണ്ണിച്ചപ്പോൾ ഒരു ദൂതനെ അയച്ചു, സുഗ്രീവനെ അല്ലേ, സുഗ്രീവൻ എന്ന് പറഞ്ഞ ദൂതനെ. അപ്പോൾ ദൂതൻ എൻ്റെ കൂടെ പോരൂ സുംഭൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞപ്പോൾ ദേവി അത് സമ്മതിച്ചില്ല. എന്നെ ആരാണ് ജയിക്കണമെന്ന് വെച്ചാൽ അവർക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോഴും പറ്റില്ല, പോയി പറഞ്ഞു വരൂ, എന്താ സുംഭൻ്റെ പിന്നെ എന്താണ് ഇഷ്ടം പോലെ യുക്തം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ദേഷ്യം വന്ന് മടങ്ങി സുഗ്രീവൻ. എന്നിട്ട് മടങ്ങി വന്നിട്ട് ദേവി നിരസിച്ചു സുഗ്രീവൻ്റെ അപേക്ഷ എന്ന് പറയണതാണ് ഇനി ഇപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ തുടങ്ങണത് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. അത് വേഗം നമുക്ക് ഈ ചാപ്റ്റർ കഴിയും. അത്ര വളരെ സിമ്പിളാണ്, അധികം പറയാനും ഇല്ല. ഇത്യാകർണ്യവചോ ദേവ്യാ സദൂതോമർഷപൂരിത സമാചഷ്ട സമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. അപ്പം എന്താണ് ഈ സുഗ്രീവൻ മടങ്ങി വന്നിട്ട് ദൂത, ആ സുഗ്രീവൻ എന്നുള്ള ദൂതൻ ദേവ്യാഹ ഇതി വചഃ ആകർണ്യ, ദേവിയുടെ ഞാൻ കൂടെ വരില്ല, സുംഭനോട് പോയി പറയൂ, അവർ രണ്ടാണ് കേമന്മാരനെയാണ്, അവരുടെ യുക്തം പോലെ ചെയ്യട്ടെ, പക്ഷെ എൻ്റെ പ്രതിജ്ഞ എനിക്ക് നിറവേറ്റാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവിയുടെ ഈ പ്രകാരമുള്ള വാക്കുകൾ ആകർണ്യ കേട്ടിട്ട് അമർഷപൂരിത, അതായത് ദേഷ്യം കോപിഷ്ഠനായിട്ട്, എന്നിട്ടോ അമർഷപൂരിതനായിട്ടപ്പം എന്താ കോപം കൊണ്ട് നിറഞ്ഞവനായി സമാഗമ്യ മടങ്ങിയെത്തി സുംഭൻ്റെ അടുത്തേക്ക്. എന്നിട്ടോ ദൈത്യരാജായ വിസ്തരാത് സമാചഷ്ട, ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ അസുരരാജാവായിട്ടുള്ള സുംഭനോട് വിസ്തരിച്ച് പറഞ്ഞു സുഗ്രീവൻ. എന്താണ് ദേവിയോട് അങ്ങട് പറഞ്ഞത്, ദേവി എന്താ അങ്ങട് പറഞ്ഞത് നമ്മൾ കണ്ടുല്ലോ 5-ാം അധ്യായത്തിൽ. അതൊക്കെ ദേവി പറയുകയും ചെയ്തു. ഇവിടെ ഉണ്ടായതൊക്കെ അതേപോലെ പറയണമെന്ന് പറഞ്ഞു ഇല്ലേ, കടുകട വ്യത്യാസമില്ലാതെ നീ സുംഭനോട് പോയി പറയൂന്ന് പറഞ്ഞല്ലോ ദേവി. അതുപോലെ ഒരു ഇതും ഇല്ലാതെ ഈ സുഗ്രീവൻ സുംഭനോട് അവിടെ ചെന്ന് പറഞ്ഞതും ദേവി അപേക്ഷ നിരസിച്ചതും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത്യാകർണ്യവചോ ദേവ്യാ സദൂതോമർഷപൂരിത സമാചേഷ്ട സമാഗമ്യ ദൈത്യരാജായ വിസ്തരിച്ച് പറഞ്ഞു. അപ്പോഴോ തസ്യ ദൂതസ്യ തദ്വാക്യമാകർണ്യാസുരരാട്ടത സക്രോധ പ്രാഹ ദൈത്യാനാമധിപം ധൂമ്രലോചനം. ഈ തസ്യ ദൂതസ്യ തദ്വാക്യം ആകർണ്യ, ഈ ദൂതനായിട്ടുള്ള സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ടിട്ട് തതഹ അസുരരാട്ട്, ആ അസുര രാജാവായ സുംഭൻ ഇവിടെ പേര് പറഞ്ഞിട്ടില്ല, ആ അസുര രാജാവ് സക്രോധ വളരെയധികം കോപത്തോടെ ദൈത്യാനാം അധിപം ധൂമ്രലോചനം പ്രാഹ, ദൈത്യന്മാരുടെ സേനാധിപതിയായിട്ടുള്ള ധൂമ്രലോചനൻ എന്ന അസുരനെ വിളിപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു. അതാണ് അതിൽ, അത്രയേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ദൂതൻ ദേവി പറഞ്ഞ വാക്കുകളൊക്കെ വിസ്തരിച്ച് പറയണത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു സുംഭന്. ആരും സുംഭനോട് ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ ധൈര്യപ്പെടില്ല, ദേവന്മാർ പോലും അല്ലേ, അവരെയും കൂടി ആട്ടി പറഞ്ഞാണല്ലോ. അപ്പോൾ ഏകയായിട്ടൊരു സ്ത്രീ ഇതിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതികഠിനായിട്ട് ദേഷ്യം വന്നു. അതായത് ശരിക്കും ആ അഹങ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് അത്രയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ വേഗം അപ്പം തന്നെ സൈന്യാധിപനായിട്ടുള്ള ധൂമ്രലോചനൻ എന്ന് പറഞ്ഞ ഭയങ്കര അസുരനെ വിളിപ്പിച്ചു.
എന്നിട്ട് ആ അസുരനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് മൂന്നാമത്തെ. അപ്പോൾ 2 വായിച്ച് 3ലേക്ക് പോവാം. ശരിക്കും വളരെ സിമ്പിൾ സംസ്കൃതമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ടത് മനസ്സിലാക്കാനും. തസ്യ ദൂതസ്യ തദ്വാക്യമാകർണ്യാസുരരാക്തത സക്രോധ പ്രാഹദൈത്യാനാമധിപം ധൂമ്രലോചനം. എന്താ ധൂമ്രലോചനോട് പറഞ്ഞതെന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യപരിവാരിത താമാനയ ബലാദ് ദുഷ്ടം കേശാകർഷണ വിഹ്വലാം. ഇവർക്ക് തലമുടി ചുറ്റിപ്പിടിക്കൽ പ്രധാനത്തോണ്ട് അസുരന്മാർക്ക്. ഹേ ധൂമ്രലോചന, അയാളോട് പറയാണ്, ഹേ ധൂമ്രലോചന, ത്വം നീയ് സ്വസൈന്യ പരിവാരിത, നിൻ്റെ കീഴിലുള്ള സൈന്യങ്ങളെയും മുഴുവൻ കൂടെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് വെച്ചാൽ സൈന്യങ്ങളെയും കൂട്ടിയിട്ടെന്നർത്ഥം. ഗത്വ പോയിട്ട്, താം ആശു ആനയ എന്ത് ചെയ്യുക, അവളെ വേഗം കൂട്ടിക്കൊണ്ടുവരണമെന്ന്. ഹേ ധൂമ്രലോചന, നിൻ്റെ കീഴിലുള്ള എല്ലാ സൈന്യങ്ങളെയും കൂട്ടി ഇപ്പം തന്നെ പോയിട്ട്, ഇപ്പം തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ, ആശു ഇപ്പം തന്നെ വേഗം പോയിട്ട് അവളെ താം ചാൽ അവളെ, ആ ദേവി ആശു ആനയ വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. ദുഷ്ടാം താം, അവൾ ദുഷ്ടയാണ്. അതായത് ഇപ്പം സുഗ്രീവൻ പോയി പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ലല്ലോ. അപ്പോൾ വളരെ തന്നിഷ്ടക്കാരിയാണ്, ദുഷ്ടയാണ്, തന്നിഷ്ടക്കാരിയാണ്. അവനവൻ്റെ ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള, അതായത് പറഞ്ഞാൽ അത്ര വേഗം അനുസരിക്കൊന്നും ചെയ്യണതല്ല, തന്നിഷ്ടക്കാരിയും ദുഷ്ടയുമായിട്ടുള്ള അവളെ എങ്ങനെ വേണം? കേശാകർഷണ വിഹ്വലാം താം ബലാദാനയ, ബലാത്കാരമായിട്ട് തലമുടി പിടിച്ച് വലിച്ചിഴച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന്. അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ പിന്നെ സാധാരണ നല്ല വാക്കൊന്നും പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തീർച്ചയായി. അവൾ വളരെ തന്നിഷ്ടക്കാരിയാണ്, ദുഷ്ടയാണ്, കണ്ടാൽ ഭംഗിയുണ്ടെങ്കിലും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, വേഗം അവിടെ പോയി ദുഷ്ടയായിട്ടുള്ള അവളെ വേറെ ഒന്നുകൊണ്ടും പിന്നെ നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാനൊന്നും നോക്കണ്ടെന്ന് പറയുകയാണ്. വേഗം പോയി അവളുടെ തലമുടി പിടിച്ച് ഇഴച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു അനുമതി കൊടുക്കുകയാണ് ധൂമ്രലോചനോടുള്ള. ധൂമ്രലോചനൻ വളരെ ശക്തിമാനായിട്ടുള്ളൊരു അസുരനാണ്. സ്വന്തം കീഴിൽ വലിയൊരു സൈന്യമൊക്കെ ഉണ്ട്. ഹേ ധൂമ്രലോചനാശു ത്വം സ്വസൈന്യ പരിവാരിത താമാനയ ബലാ ദുഷ്ടാം കേശാകർഷണ വിഹ്വലം തദ് പരിത്രാണത കശ്ചിദ് യതിബോത്തിഷ്ഠതേ പര സഹന്തവ്യോമരോ വാഭി യക്ഷോ ഗന്ധർവ ഏവ വാ. ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ അപ്പം തന്നെ എന്ന് പറയുകയാണ് സുംഭൻ. എന്താ അറിയോ? തത് പരിത്രാണത കശ്ചിത് പരഹ. അവളെ ഗാർഡ് ചെയ്തുകൊണ്ട്, അവളേക്ക് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ യതി വാ ഉത്തിഷ്ഠത, അവളുടെ അടുത്ത് യതി വാ ഉത്തിഷ്ഠത, അവിടെ ആരെങ്കിലും അവളെ രക്ഷിക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ സഹ ഹന്തവ്യ, അവരെയും കൊല്ലണം. ആരെങ്കിലും ഇപ്പം അവിടെ, അപ്പം ആരും ഇല്ല എന്നാണ് പറഞ്ഞതല്ലേ. അച്ഛൻ കൂടല്ല, അച്ഛൻ കൂടല്ല, സഹോദരൻ കൂടല്ല, ബന്ധുക്കൾ കൂടല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നീ ചെല്ലണ സമയത്ത് ഇനി വല്ലവരും അവളെ കാത്തു രക്ഷിക്കാൻ അവളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം കൊന്നോളൂ. സഹ ഹന്തവ്യ, അവരും കൊല്ലപ്പെടാൻ അർഹരാണ്, അവരെയും കൊന്നോളൂ. എന്നിട്ട് അമരഹ അഭിവ, അതിപ്പോൾ ആരാണ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അത് അമര, അതായത് ദേവന്മാരായാലും യക്ഷന്മാരായാലും ഗന്ധർവ ഏവ, ഗന്ധർവന്മാരായാലും സഹ ഹന്തവ്യ, അവരെ കൊന്നോളൂ. ഞാനത് ഓർഡർ തരുന്നു. അവളെ രക്ഷിക്കാൻ അവിടെ ആരെങ്കിലും വന്നു വെച്ചാൽ, നീ തലമുടി പിടിച്ചു കൊണ്ടുവരാനല്ലേ പറഞ്ഞ, നീ അങ്ങനെ അവളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവളെ രക്ഷിക്കാൻ ആര് വന്നാലും, അതിപ്പോൾ അമരൻ എന്ന് പറഞ്ഞല്ലോ, ദേവന്മാരായാലും ഗന്ധർവന്മാരായാലും യക്ഷന്മാരായാലും ആരായാലും അവരെയും കൊന്നോളൂ. എന്നിട്ട് യാതൊരു സംശയവും ഇല്ലാണ്ട് അവളെ
ഇങ്ങോട്ട് പിടിച്ച് കൊടുന്നോളൂ. അത്ര നിർദ്ദയന്മാരാണ് അസുരന്മാരെ. കാരണം അത്ര തമോ ഗുണമൊക്കെ ഉണ്ട്. അപ്പം ദാക്ഷിണ്യം എന്നുള്ളതോ ഒരു സ്ത്രീയാണെന്നുള്ള കൺസിഡറേഷൻ ഒന്നുമില്ലല്ലോ. അവളെ വേണം എന്ന് മാത്രമേ ഉള്ളൂ. കാമപരവശനാണ്. അപ്പോൾ കാമം കൊണ്ട് കണ്ണ് കാണാണ്ട് ഇനി ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിലും കാണുമല്ലോ ഇതൊക്കെ. തത്പരിത്രാണതക്കസ്തിൽ യതിവോത്തിഷ്ഠതേ പര സഹന്തവ്യോമരോ വാപി യക്ഷോ ഗന്ധർവ ഏവ വാ തേനാജ്ഞപ്തസ്തത ശീഘ്രം സദൈത്യോ ധൂമ്രലോചന വൃതഷ്ട്യാ സഹസ്രാണം ദാനവാനം ദുദം യയൗ സഹ ദൈത്യ ധൂമ്രലോചന. ആ അസുരനായിട്ടുള്ള ധൂമ്രലോചൻ തേന ആജ്ഞപ്ത, ആ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് തഥ ശീഘ്രം, ആ പിന്നെ ശുംഭനിങ്ങനെ ആജ്ഞാപിച്ച ഉടനെ എന്നർത്ഥം. തഥ ശീഘ്രം യയൗ, വേഗം പോയി. എങ്ങനെ പോയതാ? തന്നെയല്ല, പറഞ്ഞുല്ലോ തൻ്റെ കീഴിലുള്ള സൈന്യത്തിനെയും കൊണ്ടുപോയിക്കൊള്ളുന്നു. അപ്പം എന്താ ചെയ്തത്? ദാനവാനാം സഹസ്രാണാം ഷഷ്ട്യ, 60,000 അസുരപ്പട വൃത മീൻസ് ചുറ്റപ്പെട്ടവനായിട്ട് വെച്ചാൽ 60,000 പടയാളികളെയും ഒപ്പം കൊണ്ടുപോയിട്ട് ദ്രുതം യയൗ, വേഗം പോയി, ഒട്ടും താമസിച്ചില്ല. ഈ ശുംഭൻ്റെ ആജ്ഞ കേട്ട ഉടനെ എന്ത് ചെയ്തു? ധൂമ്രലോചൻ തൻ്റെ കീഴിലുള്ള 60,000 പടയാളികളുള്ള സൈന്യത്തിനെയും കൂട്ടി, അല്ലെങ്കിൽ സൈന്യത്തിനാൽ ചുറ്റപ്പെട്ടുകൊണ്ട് അങ്ങനെ പറയാം, അങ്ങനെ പരിവൃത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60,000 സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് വേഗം ദേവിയുടെ അടുത്തേക്ക് അപ്പം തന്നെ പോയി. തേനാജ്ഞപ്തസ്തത ശീഘ്രം സദൈത്യോ ധൂമ്രലോചന വൃതഷ്ട്യ സഹസ്രാണം ദാനവാനം ദ്രുതം യയൗ. ഷഷ്ട്യസഹസ്രാണം എന്നാണ്, അതായത് 60,000. സദൃഷ്ട്വാ താം തതോ ദേവീം തുഹിനാചലസംസ്ഥിതം ജഗാദോച്ചൈഃ പ്രയാഹീതി പാർശ്വം ശുംഭനിശുംഭയോഃ. തുഹിനാചലസംസ്ഥിതാം എന്താ? മഞ്ഞ് മൂടിയ ആ മലയിൽ സ്ഥിതാം ഇരിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞില്ലേ നമ്മളെ പൊന്നൂഞ്ഞാലാടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞൂല. അങ്ങനെ മഞ്ഞ് മൂടിയ ഹിമാലയ പർവ്വതത്തിൽ പിന്നെ ഇരിക്കുന്ന താം ദേവിയും, ആ ദേവിയെ ദൃഷ്ട്വ കണ്ടിട്ട് തതഹ സഹ ഉച്ചൈ ജഗാത, ആ ധൂമ്രലോചനൻ ഉറക്ക വിളിച്ചു പറഞ്ഞു എന്ന്. ഉച്ചൈ ജഗാത, അകലങ്ങനെ കണ്ടു ദേവിയെ. അവിടെ ഏകദേശം അവിടെ എത്തി. അപ്പോൾ ദേവി ആ പിന്നെ മഞ്ഞ് മൂടിയ അതിമനോഹരമായിട്ടുള്ള ആ പർവ്വതത്തിൽ, ഹിമാലയ പർവ്വതത്തിൽ അതിമനോഹരിയായിട്ടുള്ള ദേവി അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ അകലേന്ന് തന്നെ ഉറക്ക വിളിച്ചു പറഞ്ഞു. അതാണ് ഉച്ചൈഹി ജഗാത. കണ്ടതിന് ശേഷം ദേവിയും ദൃഷ്ടുവ, ദേവിയെ കണ്ടിട്ട് എന്താ പറഞ്ഞ്? ത്വം ശുംഭനിശുംഭയോഹോ പാർശ്വം പ്രയാഹി ഇതി, നീയ് ദാ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് നടക്കാന്ന്, ഇപ്പം തന്നെ വേഗം എൻ്റെ കൂടെ പോന്നോളൂന്ന്. അതാണ് ആദ്യം പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ. നേരെ അവിടെ ചെന്നു, ദേഷ്യപ്പെട്ടിട്ടാണല്ലോ പോയിന്ന്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ നീയ് ശുംഭനിശുംഭരുടെ അടുത്തേക്ക് ഇതാ നടക്ക, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നെന്ന്, നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങോട്ട് വളരെ ഒരു ആജ്ഞ ഇതായിട്ടാണ് പറഞ്ഞു. സദൃഷ്ട്വാ താം തതോ ദേവീം തുഹിനാചലസംസ്ഥിതാം ജഗാദോച്ചൈഃ പ്രയാഹീതി പാർശ്വം ശുംഭനിശുംഭയോഃ. പാർശ്വം ശുംഭനിശുംഭരുടെ സമീപത്തേക്ക് നടക്കടി എന്നൊക്കെ പറയില്ലേ നമ്മളെ, മോശമായിട്ട് പറഞ്ഞു, ഒട്ടും ബഹുമാനില്ലാതെ. ഇനി ന ചേത് പ്രീത്യാദ്യ ഭവതി മദ്ഭർത്താരമുപേക്ഷ്യതി തതോ ബലാന്നയാമ്യേഷാ കേശാകർഷണവിഹ്വലാം. അദ്യ പ്രീത്യ ഭവതി ഭർത്താരം ന ഉപേക്ഷ്യതി ചേത്, നീ ഇപ്പോൾ സന്തോഷത്തോടെ, അതും കൂടി ഉണ്ട്, പ്രീത്യ, നീ ഇപ്പോൾ ഭവതി എന്ന് പറഞ്ഞല്ലോ, നീ ഭവതി ഇപ്പോൾ സന്തോഷത്തോടെ, പ്രീത്യ സന്തോഷത്തോടെ, മദ്ഭർത്താരം എൻ്റെ രാജാവ്, എൻ്റെ നാഥൻ, അതായത് ഭൃത്യനാണല്ലോ ധൂമ്രലോചനൻ. അപ്പോൾ എൻ്റെ നാഥനായിട്ടുള്ള ശുംഭൻ്റെ അടുത്തേക്ക് നീ സന്തോഷത്തോടെ ന ഉപേക്ഷ്യതി ചെയ്ത്,
വരുന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഞാൻ അപ്പം നിന്നോട് നമുക്ക് പോവാ പറഞ്ഞുല്ലോ. അപ്പം നീ സന്തോഷത്തോടെ എൻ്റെ പിന്നെ എന്താണ് എൻ്റെ നാഥനായിട്ടുള്ള എൻ്റെ രാജാവായിട്ടുള്ള സുംഭൻ്റെ അടുത്തേക്ക് നീ സന്തോഷത്തോടെ വരാൻ തയ്യാറല്ലാത്ത പക്ഷം തതഃ ബലാദ് കേശാകർഷണ വിഹ്വലാം ഏഷഃ. എന്നാൽ നീ സന്തോഷത്തോടെ സ്വയം സുംഭൻ്റെ നിസുംഭൻ്റെ അടുത്തേക്ക് വരാൻ നീ തയ്യാറായില്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യുക? ബലം പ്രയോഗിച്ചിട്ട് തതഃ ബലാദ് ബലാത്കാരായിട്ട് നിൻ്റെ കേശാകർഷണ വിഹ്വലാം ആ തലമുടിക്കെട്ട് പിടിച്ച് വലിച്ച് നിന്നെ എൻ്റെ കീഴിലാക്കിയിട്ട് ഞാൻ അഹം നയാമി ഞാൻ നയിക്കും കൊണ്ടുപോകുന്ന ഞാൻ അപ്പം എന്താ ചുരുക്കത്തിൽ പറഞ്ഞ വെച്ചാൽ ഭവതി ഞാൻ പറഞ്ഞത് കേട്ടോളൂ, ലഹളയ്ക്ക് നിൽക്കാതെ വേഗം നടന്നോളൂ, സന്തോഷത്തോടു കൂടി എൻ്റെ കൂടെ സുംഭൻ്റെ നിസുംഭനെ അടുത്തേക്ക് വരാത്ത പക്ഷം ഞാൻ നിൻ്റെ തലമുടി വലിച്ചഴച്ച് ബലാത്കാരമായി നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ന ചേത് പ്രീത്യാദ്യ ഭവതി മദ്ഭർത്താരമുപേക്ഷ്യതി തതോ ബലാന്നയാമ്യേഷ കേശാകർഷണ വിഹ്വലാം. അപ്പം എന്താ ദേവി പറഞ്ഞെന്ന് നമുക്ക് കേൾക്കാട്ടോ. ദേവി വാച ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃത ബലാന്നയസി മാമേവം തതസ്തേ കിം കരോമ്യഹം. ദേവി വെറുതെ ഒരു ലീല കളിപ്പിക്കുകയാണ്. എന്താ പറയുക? ദേവി അപ്പോൾ പറഞ്ഞു, ത്വം ദൈത്യേശ്വരേണ പ്രഹിത. ശരിയാണ്, നിൻ്റെ കുറ്റല്ല നീ പറയണത്. ഈ ദൈത്യന്മാരുടെ ഈശ്വരനായ അസുര രാജാവായിട്ടുള്ള നിസുംഭൻ്റെ ആജ്ഞ കാരണം ആജ്ഞാപിതനായിട്ട് നിസുംഭനാൽ ആജ്ഞാപിതനായിട്ട് ഇവിടെ വന്നതാണ് നീ. ബലവാൻ നീ എന്നെ വലിയ ബലശാലിയാണ്, ബലസമൃദ്ധ. പോരെങ്കിൽ നിൻ്റെ കൂടെ അതിബലശാലികളായിട്ടുള്ള 60,000 പടയാളികളടങ്ങുന്ന ഒരു സൈന്യവും കൂടണ്ട. മാം ബലാത് നയസി, നീ എന്നെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവന്നാണ് പറയണതും. അതെ, അതാണല്ലോ നീ ഇപ്പം അതിനല്ലേ ഭാവിക്കണത്. ഏവം തതഃ തേ കിം അഹം കരോമി. അങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് നിന്നോട് എന്താ ചെയ്യാൻ സാധിക്കുക? കിം അഹം കരോമി, എനിക്ക് നിന്നോട് എന്താ കൂടുക എന്നൊക്കെ പറയുമല്ലോ എനിക്ക് എന്താ നിന്നോട് ചെയ്യാൻ സാധിക്കുക? നീ വലിയ ബലവാനായിട്ടുള്ള സുംഭനാൽ അയക്കപ്പെട്ട ഒരു പടയാളിയാണ്. നീ എന്നെ വളരെ കരുത്തനാണ്. നിൻ്റെ കൂടെ ഓൾമോസ്റ്റ് അത്ര കരുത്തുള്ള 60,000 പടയാളികൾ അടങ്ങുന്ന ഒരു സൈന്യമുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക്. എനിക്ക് നിന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ദേവി പറഞ്ഞു. അതായത് പരിഹാസമായിട്ട് തന്നെ പറയണം. ദേവി വാച ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃത ബലാം നയസി മാമേവം തതസ്തേ കിം കരോമ്യഹം. ഇത് ശരിക്കും എത്ര ശരിയല്ലേ? ദേവിയുടെ ശക്തി തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത്. പിന്നെ ആ ശക്തി നൽകിയ ദേവിയെ തോൽപ്പിക്കാൻ പറ്റും? അത് നമ്മൾക്കൊക്കെ ഇത് എല്ലാവർക്കും നമുക്ക് ഉള്ള ഒരു ഉപദേശമാണ്, ദേവിയുടെ ഒരു പരിഹാസമാണ്. എപ്പോഴറിയോ? ഞാനാണിത് ചെയ്തത്, എല്ലാതും എൻ്റെ കയ്യിലാണ്, എല്ലാതും ഞാൻ ഇങ്ങനെ ചെയ്യോണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ദേവി ഇതുപോലെ നമ്മളോട് പറയുന്നുണ്ടാവും. നമ്മളെ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, പരിഹാസമായിട്ട് നമ്മളോട് പറയുന്നുണ്ടാവും. വളരെ വളരെയധികം ദേവിക്ക് ചിരി വരുന്നുണ്ടാവും അല്ലേ ശരിക്കും തന്നെ. പിന്നെ അങ്ങനൊരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എന്താ അറിയോ, ഈ സഹോദരന്മാർ ഭൂമിക്ക് തമ്മിൽ തല്ലുക, ഒരു കുറച്ച് സെൻറ്റ് അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമല്ലോ ധാരാളം തമ്മിൽ തല്ലുകളൊക്കെ. അത് പിന്നെ പലരും പറയുകയാണ്, ചില ഡോക്ടർമാരൊന്നും അങ്ങനെ പറയാത്തവർ ധാരാളം ഉണ്ട് കേട്ടോ. പക്ഷേ ചിലരൊക്കെ അങ്ങനെ അഹങ്കാരമുള്ളവരൊക്കെ പറയും, ഒന്നും പേടിക്കണ്ട, ഞാൻ മുഴുവൻ മാറ്റിത്തരാം, ഇതൊക്കെ ഒരു പ്രയാസമില്ല, ഇങ്ങനെയൊക്കെ പറയുമല്ലോ പലപ്പോഴും ആൾക്കാർ.
അല്ലെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം, ഇങ്ങനെയൊക്കെ ഉറപ്പായിട്ടും പറയുമല്ലോ. നമുക്ക് ട്രൈ ചെയ്യാം, എന്താ ഉണ്ടാവുക ഈശ്വരേച്ഛ, അങ്ങനെയൊന്നുമല്ല, വിനയമില്ലാതെയൊക്കെ പറയണവരെ പറ്റിയിട്ടാട്ടോ. അങ്ങനെയുള്ളവർ അങ്ങനത്തെ വിനയമില്ലാത്ത വാക്കുകൾ പറയുമ്പോഴാണ് അത്രേ ഈശ്വരൻ ചിരിക്കുക. അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളും ഇതുപോലെ അഹങ്കാരമൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ ദേവി ഇതുപോലെ ചിരിച്ച് കളിയാക്കി പറയുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ദേവി പറഞ്ഞ, അയ്യോ നിന്നെപ്പോലെ ബലവാനായിട്ടുള്ള ഒരാളോട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. ദേവി വാച ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃത ബലാമയസി മാമേവം തതസ്തേ കിം കരോമ്യഹം. ഋഷിരുവാച സുമേധസ് ഇത്യുക്തസോഭ്യതാവത്താമസുരോ ധൂമ്രലോചന ഹുങ്കാരേണൈവ തം ഭസ്മ സച്ചേകാരാംബിക തഥാ. ഇതി ഉക്തഃ, ഇപ്രകാരം പറഞ്ഞിട്ട് സഹ അസുര ധൂമ്രലോചന താം അഭ്യതാവത്, നീ എൻ്റെ കൂടെ വന്നോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തലമുടി പിടിച്ച് കൊണ്ടുവന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ദേവി ഇത് പറഞ്ഞത്. അപ്പം ദേവി ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ധൂമ്രലോചന അതിലേറെ ദേഷ്യമായിട്ട് വേഗം ധൂമ്രലോചന എന്ത് ചെയ്തു, ദേവിയുടെ നേരെ അങ്ങോട്ട് ചാടി. അസുര ധൂമ്രലോചന താം അഭ്യതാവത്, ദേവിയുടെ നേർക്കങ്ങോട്ട് യുദ്ധത്തിന് വന്നു. അംബിക തതഃ, അപ്പം എന്താ അംബിക ചെയ്തത്? അപ്പോൾ ഹുങ്കാരേണ ഏവം തം ഭസ്മസാച്ചകാര, എന്ത് ചെയ്തു, ഒന്ന് വെറുതെ അങ്ങോട്ട് മൂളിയുള്ളൂ, ഒരു ഹുങ്കാരം കൊണ്ട് ആ അസുരനെ ഭസ്മാക്കിയത്. അതാണ് നോക്കൂ, ഭസ്മസച്ചേക അംബിക തതഃ. ഭസ്മസാച്ചകാര, അതായത് ഭസ്മാക്കി ഒരൊറ്റ ഹുങ്കാരം കൊണ്ട്. ഒന്നും ചെയ്തില്ല, ഒരായുധം ഉപയോഗിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഒരു ശ്വാസം കൊണ്ട് അവനെ ഭസ്മാക്കി. അത്രയ്ക്ക് എളുപ്പമാണ് ദേവിക്ക്. പിന്നെ എന്താണ്, ഹിരണ്യകശിപു ചോദിക്കൂലോ പ്രഹ്ലാദനോട്, നിൻ്റെ ഈ ശക്തി എവിടുന്നാ ചോദിക്കുമ്പോൾ പറയൂലോ, അച്ഛന് എവിടുന്നാ ഈ ശക്തി, ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയും. അതുപോലെ ഇവരിങ്ങനെ നീട്ട് നടക്കണത് പോലും ഈ ഭഗവതിയുടെ ദേവിയുടെ ശക്തിയാണെന്ന് അവനറിയില്ല. അപ്പം എന്താ, ദേവിക്ക് എത്ര നിഷ്പ്രയാസം, ഒന്നും ചെയ്തില്ല, ഒരായുധം ഉപയോഗിച്ചില്ല, ഒന്ന് ശ്വാസം ഉറക്കെ ഹുങ്കാരം കൊണ്ട് ഈ ധൂമ്രലോചനെ ഭസ്മാക്കി. ഇനി പിന്നെ സൈന്യങ്ങളെല്ലാം ബാക്കി. ഋഷിവാച ഇത്യുക്തസോഭ്യതാവത്താമസുരോ ധൂമ്രലോചന ഹുങ്കാരേണൈവ തം ഭസ്മസാച്ചകാരാംബിക തഥാ. ഭസ്മസച്ചേകാരാംബിക തതഃ ചകാര എന്നാണ് കേട്ടോ. അത് ഭസ്മസാച്ചകാര എന്നാണ്. തെറ്റാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആദ്യ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ടൈപ്പ് മിസ്റ്റേക്ക്. ഭസ്മസാച്ചകാംബിക തതഃ അഥ ക്രുദ്ധം മഹാസൈന്യമസുരാണാമഥംബികം. ഭസ്മസാച്ചകാര എന്നാണ്, ഭസ്മാക്കി എന്നാണ് കേട്ടോ. അഥ ക്രുദ്ധം മഹാസൈന്യമസുരാണാമഥംബികം വവർഷ സായകൈസ്തീക്ഷ്ണൈസ്തഥാ ശക്തിപരശ്വതൈഃ. അഥ അപ്പോൾ അസുരാണാം മഹാസൈന്യം, അപ്പം ഈ അസുരൻ്റെ കൂടെ 60,000 പടയാളികളുണ്ടല്ലോ, അവർ ക്രുദ്ധം, അവർക്ക് ദേഷ്യം വന്നു. കാരണം അവരുടെ സൈന്യാധിപനെ ദേവി ഒരു ഹുങ്കാരം കൊണ്ട് ഭസ്മാക്കിയല്ലോ. അത് കണ്ടപ്പോൾ ധൂമ്രലോചൻ്റെ കീഴിലുള്ള സൈന്യത്തിലത്തെ പടയാളികൾക്കൊക്കെ ദേഷ്യം വന്നു കേട്ടോ. അതാണ് മഹാസൈന്യം ക്രുദ്ധം. എന്നിട്ട് എന്താ ചെയ്തത്? അഥ അംബികാം തീക്ഷ്ണൈഹി സായകൈഹി, അംബികയുടെ മേലിക്ക് തീക്ഷ്ണം, അതെന്ന് വെച്ചാൽ ഭയങ്കര കൂർത്ത സായകം അമ്പുകളും, തഥാ ശക്തി വേലും, പരശ്വതൈ മഴുവും, വവർഷ ഒക്കെ എറിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ധൂമ്രലോചനെ കൊന്നത് കണ്ടപ്പോൾ പടയാളികൾക്കൊക്കെ, ആ കീഴിലുള്ള പടയാളികൾക്കൊക്കെ ദേഷ്യം വന്നിട്ട് അവർ ദേവിയുടെ മേലിക്ക് നല്ല മൂർച്ചയുള്ള അമ്പുകളും വേലും മഴുവും ഒക്കെ അങ്ങോട്ട് എറിഞ്ഞു. അനവധി, ഒരു വർഷ പറഞ്ഞില്ലേ, അതായത് വർഷിച്ചു. ശരവർഷം, വേലിൻ്റെ വർഷം, മഴുവർഷം ഒക്കെ ചെയ്തു മേലിക്ക് ഇവർ. അഥ ക്രുദ്ധം മഹാസൈന്യം അസുരാണാമഥംബികം വവർഷ സായകൈസ്തീക്ഷ്ണൈ തഥാ ശക്തിപരശ്വതൈഃ
തഥോ അപ്പം എന്താണെന്ന് അഞ്ഞ് കേൾക്കേണ്ടതാ. തഥോ ധുതസട കോപാത് കൃത്വാ നാദം സുഭൈരവം ചചാരാസുരസേനായാം സിംഹോ ദേവ്യാ സുവാഹന. അപ്പം ഈ സിംഹത്തിന് ദേഷ്യം വന്നു, ദേവിയുടെ വാഹനത്തിന്. തതഃ ദേവ്യാഹ സുവാഹന സിംഹ. ദേവിയുടെ ആ നല്ല വാഹനമായിട്ടുള്ള ആ സിംഹം കോപാത്ത് ഭയങ്കര ദേഷ്യം വന്നിട്ട്, കാരണം ദേവി ഉപദ്രവിക്കാൻ ഇങ്ങനെയൊക്കെ മേലിക്ക് ശരവർഷമൊക്കെ ചെയ്തുല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് സിംഹം എന്ത് ചെയ്തു? ധൂതസട, സടയൊക്കെ കുടഞ്ഞ് സുഭൈരവം ഉറക്കെ ഗർജിച്ചുകൊണ്ട് സുഭൈരവം നാദം കൃത്വ, അതായത് ഉറക്കെ ഗർജിച്ചുകൊണ്ട് അസുരസേനായാം ചചാര, ആ അസുരസേനയുടെ ഇടയിൽ കൂടെ ഓടി നടന്നു. അപ്പം കുറേ ആൾ ചാവും അങ്ങനെ തന്നെ. അതാണ് അത്ര ശക്തി ഉണ്ടല്ലോ ആ സിംഹത്തിന്. അപ്പം ദേഷ്യം വന്നു. എന്താ ചെയ്ത ദേവി എങ്ങനെ ദേവിയുടെ മേലേക്ക് ഈ ശരവർഷവും വേലുവർഷവും മഴുവർഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാഹനല്ലേ, ദേവി നല്ല സ്നേഹമുണ്ട്. ദേവി ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഈ സിംഹം സട കുടഞ്ഞ് വളരെ ഉറക്കെ ഗർജിച്ചും കൊണ്ട് ആ സൈന്യത്തിൻ്റെ അസുര സേനയുടെ ഇടയിൽ കൂടെ പാഞ്ഞ് നടന്നു. ആര്? സിംഹം. എന്നിട്ട് അനവധി ആളെ കൊല്ലും. അതാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം, എന്നിട്ട് അടുത്ത ദിവസം 12 ചെയ്യാം. തതോ തുതസട കോപാത് കൃത്വാ നാദം സുഭൈരവം ചചാരാസുരസേനായാം സിംഹോ ദേവ്യാ സുവാഹന. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.